ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ പൂരിയാണ്. പൂരിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ഈ 2-3 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കുഴച്ച് നോക്കുക. നമ്മൾ എപ്പോഴും ഉണ്ടാക്കണേക്കാട്ടിലും ഇരട്ടി ടേസ്റ്റ് കൂടും. പൂരിക്ക് മാവ് കുഴയ്ക്കണ മുമ്പ് നമുക്ക് 2-3 സാധനം വറുത്ത് പൊടിക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ അരിമോദകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 5-6 കുരുമുളക്, 2 ചുവന്ന മുളക്. ഇതെല്ലാം ഒരുമിച്ച് വറുത്തെടുക്കാം. നല്ലോണം വറുത്തെടുത്തോളൂ കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, പൊടിച്ചെടുത്ത പൊടി, 1 ടീസ്പൂൺ ഓയിൽ, കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ വെള്ളം ചേർത്ത് പൂരിക്ക് മാവ് കുഴച്ചെടുക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തു. ഇതിൻ്റെ മുകളിൽ ഓൾറെഡി എണ്ണ ഉണ്ട്. ഞാൻ കുറച്ചും കൂടി എണ്ണ ചേർത്തിട്ടാണ് മാവ് കുഴച്ചത്. നിങ്ങൾക്ക് ഡ്രൈ ആയി തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് അരച്ച് വെച്ചാൽ മതി. പൂരിക്കുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കാം. 1/2 കപ്പ് വെള്ളക്കടല എടുത്ത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചേക്കണതാണ്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ബേ ലീവ്, ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു. കടല വേവാനുള്ള വെള്ളം ചേർത്ത് 4 വിസിൽ വിട്ടെടുക്കാം. 4 വിസിൽ വിട്ട് കടല എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് കിട്ടും ചെയ്തു. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ബേ ലീഫും പട്ടയും ഏലക്കയും ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിച്ച് വെച്ചേക്കണതാണ്. 1 ഉരുളക്കിഴങ്ങിന് 1/4 ഭാഗം എടുത്ത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചേക്കണേന്ന് 1 ടേബിൾ സ്പൂൺ കടല ചേർക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കുറേശ്ശെ പുളിയുള്ള തൈര്. ഇതെല്ലാം ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇടുന്നുണ്ട്. 1 സവാള ചെറുതായിട്ട് മുറിച്ചത് ചേർക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആവട്ടെ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെന്ന മസാല. ചെന്ന മസാല ഇല്ലാത്തൊരു മല്ലിപ്പൊടി ചേർത്തോളൂ കേട്ടോ. ഈ മസാല ഇപ്പം എല്ലാ കടകളിലും കിട്ടുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം പോണ വരെ കുക്ക് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം പോയിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ജാർ കഴുകി ആ വെള്ളം ആഡ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുത്ത് എണ്ണ തെളിഞ്ഞ് വരണ വരെ കുക്ക് ചെയ്തെടുക്കണം. മിക്സ് നല്ലോണം തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വിട്ടാൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. എന്നാലേ നമ്മൾ അരച്ച് ചേർത്തേണ്ട പച്ച സ്വാദ് വരാണ്ടിരിക്കുള്ളൂ. കൂട്ടാനിൽ വേവിച്ച് വെച്ചേക്കണ കടല ചേർക്കുന്നുണ്ട്. കടല ചേർത്തതിന് ശേഷം നല്ലോണം തിളക്കട്ടെ. ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കൂട്ടാന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. വേവിച്ച ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. ഉരുളക്കിഴങ്ങിലും കടലയിലും ഒക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം തിളച്ചു വിട്ടാൽ ഇനി നമുക്ക് കൂട്ടാൻ വറുത്തിടാം. വറുത്തിടാൻ ആവശ്യമുള്ള എണ്ണ ചേർക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി നീളനെ മുറിച്ചത്, 2 പച്ചമുളക്, 2 ചുവന്ന മുളക്, കുറച്ച് വേപ്പില, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതൊക്കെ നല്ലോണം മൂത്ത് കിട്ടണം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിയില. എല്ലാം നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവ് ഒന്നും കൂടി കുഴച്ചതിന് ശേഷം എത്ര വലുപ്പത്തിൽ പൂരി വേണോ അതനുസരിച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. എല്ലാം പരത്തിയെടുത്തു. എണ്ണയും ചൂടായിട്ട് ഇനി ചുട്ടെടുക്കാം. പഫി ആയിട്ടാണ് പൂരി വന്നേക്കണെന്നുള്ളത്. നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. മസാലയൊക്കെ ചേർത്ത് മാവ് കുഴച്ച കാരണം. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി പൂരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പൂരി ഒന്ന് റെഡിയാക്കി നോക്കണം. അതുപോലെ ഈ രീതിയിലുള്ള സൈഡ് ഡിഷും കൂട്ടി പൂരി കഴിച്ച് നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.